നമ്മുടെ നോൾ കാർഡിൽ ആവശ്യത്തിന് ബാലൻസ് ഉണ്ടായില്ല. അപ്പോൾ നമുക്കിവിടെ റീചാർജ് ചെയ്യാം. ഇവിടെ ക്യാഷ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. നമ്മളുടെ കാർഡ് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടോപ്പപ്പ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏത് നോട്ടാണ്, എത്ര ദിർഹത്തിനാണ് ടോപ്പപ്പ് ചെയ്യേണ്ടതെന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നോട്ട് ഇതിലെങ്ങനെ ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കാർഡിലത് അപ്ഡേറ്റ് ആവും. ഓക്കെ, റീചാർജ് ചെയ്തു. ഓക്കെ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് മോൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ദുബായ് മിറാക്കിൾ ഗാർഡൻ കാണാനാണ്. മിറാക്കിൾ ഗാർഡൻ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, അതായത് October 1st. അപ്പോൾ മിറാക്കിൾ ഗാർഡൻ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ മെട്രോയിൽ കയറിയാണ് മോൾ ഓഫ് എമിറേറ്റ്സ് സ്റ്റേഷനിൽ ഇറങ്ങിയത്. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു ബസ് പിടിക്കും. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിക്കണം. നേരെ മുമ്പിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് തോന്നുന്നു. അങ്ങോട്ട് നടക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ദുബായിലെ മെട്രോ ട്രെയിനിൽ എങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് കാണണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വ്ലോഗ് കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ പാം ജുമേറ പോയ വീഡിയോയിൽ അത് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 105 നമ്പർ ബസ്സുണ്ട്, അത് നേരെ മിറാക്കിൾ ഗാർഡനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. നമുക്ക് 105 ബസ് എപ്പോഴാണ് ഉള്ളത് നോക്കാം. മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. ഇത് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ ബസ് സ്റ്റേഷനിൽ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ ഓരോ ബസ്സിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. 105 നമുക്ക് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ബസ് ബേ നമ്പർ 5 ഉണ്ട് കേട്ടോ. ഇവിടെയാണ് മിറാക്കിൾ ഗാർഡൻ ബസ് വരുന്നത്. അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, അതിപ്പോൾ തന്നെ വരുമായിരിക്കും. 105 ബസ്സിൻ്റെ ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ 20 മിനിറ്റിലും ഒരു ബസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് മിറാക്കിൾ ഗാർഡൻ വരെ 24 മിനിറ്റ് എടുക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി ഇതാ പുറകെ വരുന്നുണ്ട്. വണ്ടി എത്തി മിറാക്കിൾ ഗാർഡൻ. അപ്പോൾ നമ്മുടെ നോൾ കാർഡ് ഇവിടെ വാലിഡേറ്റ് ചെയ്യണോട്ടെ ഇതുപോലെ. ഇപ്പോൾ ഇവിടെ വരെ എത്താൻ ബസ്സിന് ഏതാണ്ട് അരമണിക്കൂർ എടുത്തിട്ടോ. ഇത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. മിറാക്കിൾ ഗാർഡൻ ഇവിടെയാണ് ഉണ്ടോ. ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടാരോ കൊടുത്തിട്ടുണ്ട് എങ്ങോട്ട് പോകേണ്ടതെന്ന്. മിറാക്കിൾ ഗാർഡൻ നമ്മളെത്തി, എൻട്രൻസ് എത്തി. ഇവിടെ പുറത്ത് തന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതാ ഇന്ന് ഓപ്പൺ ചെയ്തതാണ്, October 1st ഇന്നാണ് ഓപ്പൺ ചെയ്തത്. ഇതാണ് മിറാക്കിൾ ഗാർഡൻ. നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് പ്രൈസ് 95 AED ഫോർ അഡൾട്ട്. ചിൽഡ്രൻ 3 to 12 years 80 AED. UAE റെസിഡൻ്റ് ആണെങ്കിൽ 65 AED ഉള്ളൂ കേട്ടോ. പിന്നെ എമിറേറ്റ്സ് ID കാണിക്കണം. 72,000 സ്ക്വയർ മീറ്ററാണ് കേട്ടോ ഇതിൻ്റെ വ്യാപ്തി. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മളങ്ങനെ അകത്ത് കയറി. ഫുഡ് കോർട്ട്സ് വരെ കാണാൻ എന്താ ഭംഗി നോക്കി. ക്യൂബിക്കിൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ള് ഫ്ലവേഴ്സ്. ആക്ച്വലി ഇത് വേൾഡ്സ് ലാർജസ്റ്റ് നാച്ചുറൽ ഗാർഡനാണ് കേട്ടോ. ഫുൾ ഫ്ലവേഴ്സാണ്, വെൽ മെയിൻറ്റെയിൻ ഗാർഡൻ. ഫ്ലവേഴ്സ് കൊണ്ടൊരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്ടോ. മയിൽ ഏതായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. മുകളിലേക്ക് കയറാം അല്ലേ.
ഇനി നമുക്കിതിൻ്റെ മുകളിൽ കയറാം. ഇവിടെ എന്താ നോക്കാം. സമയം ഇരുട്ടിത്തുടങ്ങി. വാട്ടർ വീൽ അല്ലേ? നടക്കാൻ റെഡിയായിട്ട് വേണോട്ട് ഇതിൽ വരാനായിട്ട്. കുറേ നടക്കാനുണ്ട്. വാഷ്റൂമൊക്കെ ഉണ്ട്. ഇത് ലേഡീസ് വാഷ്റൂമാണ്. ജെൻസിൻ്റെ വേറെ സൈഡിലാണ്. നമുക്ക് റിലാക്സ് ചെയ്യാം. ബീൻ ബാഗ് കിട്ടുന്നുണ്ട്. ബീൻ ബാഗ്, റിലാക്സ് ഇൻ ബീൻ ബാഗ്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ കണ്ടിട്ട് ഇവിടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇലക്ട്രിക് കാർട്ടുണ്ട് കേട്ടോ. രാത്രി ലൈറ്റൊക്കെ വരുമ്പോൾ വേറൊരു ലുക്കാണ് കേട്ടോ. പ്രോപ്പറായിട്ട് പ്രൊജക്ട് ലൈറ്റിങ് കൊടുത്ത് ഇലുമിനേറ്റ് ചെയ്തേക്കാണ്. ഒരു ബോട്ട് ഉണ്ടല്ലേ, ബോട്ടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. പഴയ ഒരു ബോട്ട് ഒരു സ്മർഫ്സിൻ്റെ ഒരു ഏരിയ. ഇത് ഇക്കൊല്ലം പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ന്യൂ അഡീഷൻ 2023 ന്യൂ അഡീഷൻ.
മിറാക്കിൾ ഗാർഡൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2023 ഒക്ടോബർ 1 മിറാക്കിൾ ഗാർഡൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ക്ലൈമറ്റ് നല്ല ക്ലിയറായി വരും. ഒക്ടോബർ പകുതി ആകുമ്പോഴേക്കും അതൊക്കെ നല്ല ക്ലൈമറ്റായി തുടങ്ങും. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. ദുബായിൽ വരുന്ന എല്ലാവർക്കും പറ്റിയ സ്ഥലമാണ്, കുട്ടികൾക്ക് എസ്പെഷ്യലി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.